കടിച്ചാൽ നമ്മൾ അറിയില്ല. അപ്പോൾ വൈറ്റ് മാർക്ക് ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികൾ ചിലപ്പോൾ രാത്രി ആയി കഴിഞ്ഞാൽ വയറുവേദന വരുന്നത്, ഇത് കൂടുതൽ ആദ്യം സ്റ്റാർട്ടിങ് വരില്ല നമുക്ക് വയറുവേദന ഒക്കെ ആയിട്ടാണ്. ആ വയറുവേദന വരുന്നതെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി. അപ്പോൾ അതിന് നമ്മൾ ടൈം കഴിഞ്ഞ് പോവുകയാണ്. ആക്ച്വലി നമുക്ക് ആൻറ്റിബയോട്ടിക് കൊടുത്ത് റിക്കവർ ചെയ്യാനുള്ള ടൈം അവിടെ കഴിഞ്ഞ് പോകണം. അപ്പോൾ ഈ പാമ്പ് അതുകൊണ്ടാണ് ഇത് ഡേഞ്ചർ എന്നുള്ള പറഞ്ഞത്. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ ഒരു വിഷമകരമായിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ 2 ദിവസം മുന്നേ തൃശ്ശൂർ ചാലക്കുടിയിൽ ഒരു കുട്ടി പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടിരുന്നു. അത് വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യം. കാരണം കിടന്നുറങ്ങുന്ന കുട്ടീനാണ് വെള്ളിക്കെട്ടനാണ് നമ്മളെ ശംഖുവരേനാണ് കടിച്ചത്. അപ്പോൾ അത് മരണത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഇപ്പോൾ ഈ ചൂട് കാലത്ത് എന്തുകൊണ്ടാണ് പാമ്പുകൾ വരുന്നത്? കാരണം ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് വീടുകളിലും പരിസരത്തൊക്കെ പാമ്പ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മൾ പല വീഡിയോയിലും കാണുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പാമ്പുകൾ വരുന്നത്? ഏതൊക്കെ രീതിയിൽ പാമ്പുകൾ നമ്മളെ വീട്ടിലേക്ക് കയറി പറ്റാം, അതേപോലെ തന്നെ പാമ്പുകൾ വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് മുൻകരുതലായിട്ട് ചെയ്യേണ്ടത് എന്നീ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ കുട്ടികളിപ്പോൾ കടിച്ചിട്ടുള്ളത് പക്ഷേ മരണത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കോമൺ ക്രൈറ്റ് എന്ന് പറഞ്ഞാൽ വെച്ചാൽ നമ്മളെ വെള്ളിക്കെട്ടൻ ശംഖുവരൻ എന്ന് പറയുന്ന ഒരു പാമ്പാണ്. അപ്പോൾ ഇത് വെനമസ് ആണ്, വെനമുള്ള പാമ്പാണ്. അപ്പോൾ വെനത്തിൻ്റെ പട്ടികയിൽ ഇത് 3ാം സ്ഥാനത്താണെന്നുണ്ടെങ്കിലും അപകടത്തിൻ്റെ കാര്യത്തിൽ ഇത് 1ാം സ്ഥാനത്തുള്ള ഒരു പാമ്പ് തന്നെയാണ് കേട്ടോ. കാരണം അത് അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ മൂർഖനോ അല്ലെങ്കിൽ അണലിയോ ഒക്കെ നമുക്ക് കടി അല്ലെങ്കിൽ രാജവമ്പാലൊക്കെ ആണ് കടിച്ച രാജവമ്പാലം നമ്മൾ കടിക്കൽ അപൂർവമാണ്. അങ്ങനെയൊക്കെ കടി ഏറ്റു കഴിഞ്ഞാൽ അവിടെ ബൈറ്റ് മാർക്ക് ഉണ്ടാവും, അതേപോലെ അവിടെ നീർക്കെട്ടുണ്ടാവും. അപ്പോൾ അണലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വ്രണമായിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ അണലിയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുക നമ്മളെ പല്ലിൻ്റെ ഉള്ളിൽ നിന്ന് മൂക്കുന്ന് കണ്ണെന്നൊക്കെ ബ്ലഡ് വരും ചിലർക്ക്. അതേപോലെ മൂത്രത്തിൽ ബ്ലഡ് കലർന്ന് വരും. നമ്മളെ രോമകൂപത്തിൽ കൂടെ ഒക്കെ ബ്ലഡ് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ മൂർഖനാണ് നമുക്ക് കടിച്ചത് എന്നുണ്ടെങ്കിൽ നമ്മളെ കണ്ണ് താന്നു പോവുക, കൺപോള താന്നു പോവുക, നമുക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടുക. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ബൈറ്റ് മാർക്ക് കാണാം, അവിടെ നീർക്കെട്ടുണ്ടാവും. പക്ഷേ ഈ ശംഖുവരൻ എന്ന് പറഞ്ഞ പാമ്പ് നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല. കാരണം ഇപ്പോൾ മൂർഖൻ്റെ പല്ല് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 4 ഇഞ്ചിൻ്റെ അടുത്ത് നീട്ടുണ്ടാവും. ഇപ്പോൾ 2 പല്ലാണ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ വായ തുറന്ന് നമ്മൾ ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആ ബൈറ്റ് മാർക്ക് കറക്റ്റ് കാണാം, അവിടെ നീർക്കെട്ട് കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ അണലിൻ്റെ ആണെന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ചിൻ്റെ മേലെ 3/4 ഇഞ്ചിൻ്റെ അടുത്ത് ഇങ്ങനെ വളഞ്ഞിട്ടുള്ള 2 പല്ലാണ് ഉണ്ടാവും. അപ്പോൾ അത് വാ തുറന്ന് കടിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ കടിച്ചത് നമ്മൾ അറിയും. കാരണം അതിന് പെട്ടെന്ന് ഈ കടിൻ്റെ വേദന കൊണ്ട് നമ്മൾ പൊളയുന്ന ടൈമിൽ ആ പല്ല് അവിടെ ലോക്കാവാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിൽ കൂടുതൽ വനം നമ്മുടെ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ അണലി കടിച്ചാൽ നമുക്കറിയാം. പക്ഷേ നമ്മൾ ഈ വെള്ളിക്കെട്ട ശംഖുവരൻ എന്ന് പറഞ്ഞ പാമ്പിൻ്റെ പല്ലെന്ന് പറഞ്ഞാൽ ചെറിയ പല്ലുകളാണ്. പക്ഷേ അതിൻ്റെ തലന്നെ പറഞ്ഞാൽ നമ്മളെ ഈ ചിന്നവരലിൻ്റെ ഈ ഒരു വലുപ്പം ഉണ്ടാവുള്ളൂ. ആ പല്ലുകൾ ചെറുതാണ്. അപ്പോൾ ഇത് കൂടുതലായിട്ട് രാത്രി സഞ്ചാരി, എല്ലാ പാമ്പുകളും രാത്രി സഞ്ചരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഈ വെള്ളിക്കെട്ട ശംഖുവരൻ എന്ന് പറഞ്ഞാൽ രാത്രി സഞ്ചാരി. ഇത് കൂടുതലായിട്ട് തണുപ്പുള്ള ഏരിയകളിലാണ് കാണുക. അതുവെച്ചാൽ നമ്മളെ കിണറിൻ്റെ ചുറ്റിലൊക്കെ ഉണ്ടാവുമല്ലോ, കിണറിൻ്റെ ചുറ്റിലൊക്കെയാണ് കൂടുതലായിട്ട് കാണുക. അപ്പോൾ രാത്രി മാത്രമേ ഇത് ഇര തേടിയിട്ടൊക്കെ പുറത്തേക്ക് വരുള്ളൂ. പിന്നെ ചൂട് കാലത്താണ് കൂടുതലായിട്ട് ഇത് പുറത്തേക്ക് വരിക. അപ്പോൾ ഇത് അരു പറ്റിയിട്ട് വരുന്ന ടൈമിൽ ചിലപ്പം ഹോളുകളൊക്കെ കാണുമ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറാം. അങ്ങനെ കയറി പറ്റിയാൽ നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്തൊക്കെ ആയിരിക്കും ഇത് ഒളിച്ചിരിക്കുക. അതുവെച്ചാൽ നമ്മളെ ചെരുപ്പിൻ്റെ ഷൂവിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കാം. അത് അല്ലെങ്കിൽ ഒരു ചെറിയൊരു മൂടി മതി. ആ ചെറിയ മൂടിൻ്റെ ഉള്ളിൽ ഇത് ചുരുണ്ട് ഒളിച്ചിരിക്കുക. നമ്മളെ ഗ്യാസ് കുറ്റിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുക. നമ്മളെ വീട്ടിലുള്ള പുതപ്പോ നമ്മൾ കിടന്നുറങ്ങിയിട്ട് മടക്കി വെച്ച പുതപ്പിൻ്റെ ഉള്ളിലൊക്കെ ഒളിച്ചിരിക്കുക. അപ്പോൾ ഇതിൻ്റെ കടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല. കാരണം ഉറക്കത്തിലാണ് ഇതിൻ്റെ കടി കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ അറിയില്ല. കാരണം കടിച്ചത് പ്രത്യേകിച്ച് കുട്ടികളൊന്നും അറിയില്ല. നമ്മളൊരു കൊതുക് കടിച്ച പോലൊക്കെ നമുക്ക് ഫീൽ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് ഘട്ടം ഘട്ടമായിട്ട് അത് മരണത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക. അപ്പോൾ ഈ രാത്രി ഉറക്കത്തിൽ ഇപ്പോൾ 2 വർഷം മുന്നേ ഒരു കുട്ടി മരിച്ചിരുന്നു. അത് എൻ്റെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാം. കാരണം ഉറങ്ങിക്കിടന്ന കുട്ടി പാമ്പ് കടിയേറ്റ് മരിച്ചിരുന്നു. അത് കൂടുതലായിട്ട് ഈ വെള്ളിക്കെട്ടൻ്റെ കടിയേറ്റിട്ടാണ് മരണപ്പെടുന്നത്. കാരണം കടിച്ചാൽ നമ്മൾ അറിയില്ല. അപ്പോൾ ബൈറ്റ് മാർക്ക് ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികൾ ചിലപ്പോൾ രാത്രി ആയി കഴിഞ്ഞാൽ വയറുവേദന വരുന്നത്, ഇത് കൂടുതൽ ആദ്യം സ്റ്റാർട്ടിങ് വരില്ല നമുക്ക് വയറുവേദന ഒക്കെ ആയിട്ടാണ്. ആ വയറുവേദന വരുന്നതെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി. അപ്പോൾ അത് നമ്മൾ ടൈം കഴിഞ്ഞ് പോവുകയാണ്. ആക്ച്വലി നമുക്ക് ആൻറ്റിബയോട്ടിക് കൊടുത്ത് റിക്കവർ ചെയ്യാനുള്ള ടൈം അവിടെ കഴിഞ്ഞ് പോകണം. അപ്പോൾ ഈ പാമ്പ് അതുകൊണ്ടാണ് ഇത് ഡേഞ്ചർ എന്നുള്ള പറഞ്ഞത്. കാരണം ഇത് ബൈറ്റ് ചെയ്താൽ നമ്മൾ അറിയില്ല ഇത് കടിച്ചിട്ടുണ്ടെന്നുള്ളൂ. നമ്മളെ ഉള്ളിലേക്ക് വെനം ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കൂല. അതിനു മുന്നേ നമ്മൾ മരണത്തിലേക്ക് എത്തിപ്പെടാണ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ വെള്ളിക്കെട്ടനും അതേപോലെ ചുവർപ്പാമ്പും കാണുമ്പോൾ ഏകദേശം ഒരേപോലെ ആണ് എന്ന് പലരും പറയും. അങ്ങനെ തെറ്റിദ്ധാരണ കൊണ്ട് ഇത് പിടിച്ചിട്ട് മരണം ഏറ്റുവാങ്ങിയ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ. അപ്പോൾ കണ്ടാൽ നമുക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ള ഏകദേശം ഒന്ന് മനസ്സിലാവും. ഇനി എന്തുകൊണ്ടാണ് നമ്മളെ വീട്ടിലേക്ക് ഇങ്ങനെ പാമ്പുകൾ വരുന്നത്? അത് കൂടുതലായിട്ട് ചൂട് കാലത്താണ്. കാരണം പാമ്പുകൾക്ക് ചൂട് ഇഷ്ടമില്ല. അപ്പോൾ തണുപ്പുള്ള ഏരിയയിലേക്ക് ഈർപ്പുള്ള ഏരിയയിലേക്കാണ് കൂടുതലായിട്ട് പാമ്പുകൾ വരിക. അപ്പോൾ ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന
പറഞ്ഞാൽ കൂടുതൽ ആൾക്കാരും വീട്ടിൽ കൃഷി ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ വീടിനോട് ചേർന്നിട്ട് ചെടിച്ചട്ടികളോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ പാമ്പ് ഉള്ള ഏരിയകളാണെന്നുണ്ടെങ്കിൽ പാമ്പുകൾ വരാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ വിചാരിക്കാതെ തന്നെ ഇത് വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി വരും കേട്ടോ. അയച്ചാൽ ഇപ്പോൾ നമ്മളെ ബേസിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ കയറി വരും. നമ്മളെ ബേസിൻ്റെ പൈപ്പൊക്കെ പുറത്തേക്ക് ഇടുമല്ലോ, വെള്ളം പോകാൻ വേണ്ടി ഇടും, അതിൻ്റെ ഉള്ളിൽ കൂടി കയറി വരും. നമ്മളിപ്പോൾ വാതിലുണ്ടല്ലോ, ഇപ്പോൾ വാതിലിൻ്റെ കട്ടിലപ്പടി, അപ്പോൾ ഈ വാതിലിൻ്റെ ഇപ്പോഴത്തെ അധികം വീടിനും വാതിലിന് കട്ടിലപ്പടി ഒന്നുമില്ല. അപ്പോൾ വാതിലിൽ ആ ചെറിയ ഹോൾ നമ്മൾ വിചാരിക്കും അതിലൂടെ കയറില്ല എന്നുള്ളത്, അതിലൂടെ കയറി വരും. ഈ വെള്ളിക്കെട്ടൻ കയറി വരും, അതേപോലെ മൂർക്കൻ്റെ കുഞ്ഞുങ്ങളും മറ്റു പാമ്പിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടി കയറി വരും. നമ്മൾ ഈ പാമ്പിൻ്റെ വലുപ്പം വെച്ചിട്ട് ചെറിയ ഹോള് കാണുമ്പോൾ അതിലൂടെ കയറില്ല എന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ പലരും കണ്ടിട്ടില്ല വലൻ്റെ കണ്ണിൻ്റെ ഉള്ളിൽ പാമ്പ് കുടുങ്ങുന്നത്. അപ്പോൾ വലൻ്റെ കണ്ണി ചിലപ്പോൾ 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 3/4 ഇഞ്ചേ ഉണ്ടാവുള്ളൂ. പക്ഷേ പാമ്പിൻ്റെ വണ്ണം നോക്കുമ്പോൾ നല്ല വണ്ണം ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ തല ഫ്ലെക്സിബിളാണ്, ഇതിൻ്റെ ശരീരമൊക്കെ ഫ്ലെക്സിബിളാണ്. അപ്പോൾ ഇത് ചെറിയൊരു ഹോള് കണ്ടാൽ അതിൻ്റെ ഉള്ളിൽ കൂടി കയറും. അപ്പോൾ വലയിൽ ഇത് കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഈ വല മുറുകുമ്പോൾ അതിന് വേദന ആയിട്ട് പിന്നെ അതിന് മൂവ് ചെയ്യാൻ പറ്റാതെ കൊടുക്കുന്നത്. പക്ഷേ വാതിൻ്റെ അടിയിൽ കൂടെ അല്ലെങ്കിൽ ചെറിയ ഹോളിൽ കൂടിയൊക്കെ വരിക എന്നുണ്ടെങ്കിൽ അവർക്ക് വേദന ഉണ്ടല്ലോ, അവരായി ഫ്ലെക്സിബിളായിട്ട് അത് മൂവ് ചെയ്ത് ഉള്ളോട്ട് തന്നെ കയറാനും ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഈ ചൂട് കാലത്ത് തണുപ്പ് ഈർപ്പം തേടിയിട്ട് മറ്റു കാലങ്ങളിലൊക്കെ പാമ്പ് വരിക എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇര പിടിക്കാൻ വേണ്ടിയിട്ട് അയച്ചാൽ നമ്മളെ വീടിൻ്റെ പരിസരത്തൊക്കെ നമ്മൾ ഫുഡ് വേസ്റ്റ് ഇട്ടിട്ട് അവിടെ എലിയൊക്കെ വന്നാൽ ഈ എലിൻ്റെ മൂത്രത്തിനും അതേപോലെ കാഷ്ടത്തിൻ്റെ ഒക്കെ സ്മെല്ല് സെൻസ് ചെയ്തിട്ടാണ് പാമ്പുകൾ നമ്മളെ വീട് പരിസരത്തേക്ക് വരിക. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും വഴിക്ക് പോകുന്ന ടൈമിൽ അവിടെ എന്തെങ്കിലും ആളാനൊക്കെ അങ്ങനെ കണ്ടിട്ട് വഴി തെറ്റിയിട്ടും നമ്മളെ ഭാഗത്തേക്ക് കയറി വരാം. അങ്ങനെയാണ് മറ്റു ചൂടുകാലം അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ വീട്ടിലേക്ക് പാമ്പുകൾ കയറും. പക്ഷേ ചൂടുകാലത്ത് എന്ന് പറഞ്ഞാൽ ഈർപ്പം തട്ടിട്ട് അപ്പോൾ അവർ ഏത് വഴിയാണ് വരുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ വീടിൻ്റെ മുറ്റത്തൊക്കെ നമ്മൾ കൃഷി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് പാമ്പുകൾക്ക്. അപ്പോൾ ഈ ചൂടുകാലത്ത് മക്കളെ കളിക്കാൻ വേണ്ടി പുറത്ത് വിടുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾ തന്നെ ആഴ്ചയിൽ ഒരു വീഡിയോ വെച്ചിട്ടെങ്കിലും ന്യൂസിൽ വരുന്നുണ്ട് പാമ്പ് കടിയേറ്റ് അല്ലെങ്കിൽ പാമ്പിനെ കണ്ട് എന്നുള്ള റീൽസ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. കാരണം വീട്ടിൽ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങണേൻ്റെ താഴത്ത് നീണ്ടു കിടക്കും, മക്കൾ കളിക്കുന്ന സ്ഥലത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ചൂടുകാലത്ത് മക്കളെ പുറത്ത് കളിക്കാൻ വിടുമ്പോഴൊക്കെ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം പാമ്പുകൾ ഉള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ പാമ്പുകൾ വരാനും വീടിൻ്റെ ഉള്ളിലോട്ട് കയറാനൊക്കെ ചാൻസ് കൂടുതലാണ്. ഇനി നമ്മൾ മുൻകരുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പാമ്പുകൾ കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തിരിക്കുക അതിൻ്റെ മുന്നേ വീഡിയോയിൽ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ പറയാം, നമ്മളിപ്പോൾ വീട്ടിൽ ഹെയർ റോളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെയർ റോളൊക്കെ കവർ ചെയ്യുന്ന നെറ്റ് നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും. 60 ഉറുപ്പ്യൊക്കെ ഉള്ളൂ, ഹാർഡ്വെയർ ഷോപ്പിലുണ്ടാവും. അപ്പോൾ അത് ഗമ്മിൽ വെക്കുന്നതുകൊണ്ട് സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒന്ന് ഫിറ്റ് ചെയ്ത് വെക്കാം. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇപ്പോൾ ഇത്തെ വീടിനൊക്കെ കട്ടിലപ്പടി ഇല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ കട്ടിലപ്പടി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ വാതിൻ്റെ അടിയിൽ ആ ചെറിയ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് കവർ ചെയ്യുന്ന മാറ്റ് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ ഹാർഡ്വെയർ ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. ചെറിയ വില വരുന്നുള്ളൂ, മീറ്ററിന് എത്ര 30 ഉറുപ്പ്യ 25 ഉറുപ്പ്യ അങ്ങനെ എന്താ വില വരുന്നുള്ളൂ. അപ്പോൾ അത് വാങ്ങിയിട്ട് വാതിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്താൽ വാതിൻ്റെ അടിയിൽ കൂടി ഈ വരുന്നതൊക്കെ നമുക്ക് തടയാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ബാത്റൂമിൽ നിന്ന് ബേസിൽ നിന്നൊക്കെ പൈപ്പുകൾ പുറത്തേക്ക് ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ എന്തെങ്കിലും ഒരു നെറ്റ് വെച്ച് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെറ്റ് വെച്ച് കവർ ചെയ്ത് ആക്ച്വലി നെറ്റ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം വെച്ചാൽ വലിയ കണ്ണി വല എടുക്കരുത്. ചെറിയ 4 ഇഞ്ച് കണ്ണിൻ്റെ വല ഉണ്ടല്ലോ, നമ്മൾ പണ്ട് കൊപ്രൊക്കെ ഉണക്കാടുമ്പോൾ നമ്മൾ ഇട്ട് വെക്കുമല്ലോ, അങ്ങനത്തെ ചെറിയ കണ്ണി വല എടുത്തിട്ട് വേണം നമ്മളത് കവർ ചെയ്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ കൊതുക് വല എടുത്തിട്ട് വേണം നമ്മൾ കവർ ചെയ്ത് കൊടുക്കാൻ. പിന്നെ നമ്മളെ ജനവാതിലൊക്കെ ഇപ്പോൾ പാമ്പുകളൊക്കെ ഉള്ള ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ജനവാതിലൊക്കെ നമ്മളിപ്പോൾ ചൂടുകാലത്ത് പ്രത്യേകിച്ച് നമ്മൾ തുറന്നിടും. അപ്പോൾ നമുക്കിപ്പോൾ പല സംവിധാനങ്ങളുണ്ട്. അയച്ചാൽ മൊസ്കിറ്റോ നെറ്റൊക്കെ ഫിറ്റ് ചെയ്യുന്ന ടീമൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ അങ്ങനെ മൊസ്കിറ്റോ നെറ്റ് ഫിറ്റ് ചെയ്യും. അത്രയ്ക്ക് പൈസ ചിലവാക്കാനും കൈമൽ പൈസ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പച്ച നെറ്റ് ഉണ്ട്. ഞാൻ ഇതിൻ്റെ മുന്നേ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. അത് മീറ്റർ സ്ക്വയറിന് വെറും 30 ഉറുപ്പ്യ വില വരുന്നുള്ളൂ. അപ്പോൾ അത് വാങ്ങിയിട്ട് നമുക്ക് ജസ്റ്റ് സ്ക്രൂ ചെയ്തിട്ടും കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അത് ചെറിയ 4 ഇഞ്ച് കണ്ണി ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ഒരു ചെറിയ പാമ്പാണെങ്കിൽ പോലും ഉള്ളോടക്ക് കിടക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ ഫുഡ് വേസ്റ്റുകളൊന്നും നമ്മളെ വീടിൻ്റെ പരിസരത്തൊന്നും ഇടാതിരിക്കുക. കാരണം ഫുഡ് വേസ്റ്റ് ഇട്ടാൽ അവിടെ എലി വരും. എലി വന്നു കഴിഞ്ഞാൽ അവിടേക്ക് പാമ്പും വരും, അവിടേക്ക് മൂർക്കനും വരും, അണലും വരും, അതേപോലെ തന്നെ ചേര എല്ലാ പാമ്പുകളും അവിടേക്ക് വരും. അപ്പോൾ ഫുഡ് വേസ്റ്റുകൾ തൊട്ടടുത്ത് ഇടാതിരിക്കുക. പിന്നെ അടുത്ത് ശ്രദ്ധിക്കണം വെച്ചാൽ വീടും പരിസരത്തൊന്ന് വൃത്തിയാക്കി വെക്കുക. പക്ഷേ പുല്ല് അടിക്കാടൊക്കെ പൊന്തിയിട്ടുണ്ടെങ്കിൽ ആ ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് വൃത്തിയാക്കി വെക്കുക മാത്രമല്ല, ഇപ്പോൾ പാമ്പുകളുള്ള ഏരിയ എന്നുണ്ടെങ്കിൽ നമുക്ക് സ്നാക്ക് റിപ്പല്ലൻ്റ്, അതിൻ്റെ മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മൾ സ്നാക്ക് റിപ്പല്ലൻ്റ് ഒക്കെ ഒരു മാസത്തിലൊരിക്കലെങ്കിലൊക്കെ ചുറ്റിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എലിശല്യമൊക്കെ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടേക്ക് പാമ്പ് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ എലിശല്യം ചിലപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടി പറ്റില്ല. കാരണം എലികൾ പെട്ടെന്ന് തന്നെ മാളാക്കുമ്പോൾ അവിടെ പാമ്പുകൾ ചിലപ്പോൾ സ്ഥിരതാമസവും ആക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ എലിശല്യമുള്ള ഏരിയകൾ, എലിക്കാട്ടൊക്കെ കാണുന്ന ഏരിയ എന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് മണ്ണെണ്ണ ചിമ്മിനിയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ എലിക്കാഷ്ടത്തിൻ്റെ എലിമൂത്രത്തിൻ്റെ മണം അവിടെ കിട്ടില്ല. അപ്പോൾ പാമ്പുകൾക്ക് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം ഈ മണം സെൻസ് ചെയ്തിട്ടാണ്, സ്മെല്ല് ചെയ്തിട്ടാണ് പാമ്പുകൾ ആ ഏരിയയിലേക്ക് വരുന്നത്. കാരണം എലിനെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ആ സ്മെല്ല് അവിടെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മണ്ണെണ്ണൊക്കെ ഇടയ്ക്ക് മാസത്തിലൊരിക്കലൊക്കെ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് വീടിൻ്റെ പരിസരത്തേക്ക് വരുന്നത് നമുക്ക് തടയാൻ വേണ്ടി പറ്റും. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ വീടിനോട് ചേർന്നിട്ട് ചില
ഒരു തേങ്ങ കൂട്ടിയിടും, അതേപോലെ വിറക് കൂട്ടിയിടും, പഴയ സാധനങ്ങൾ കൂട്ടിയിടും. അപ്പോൾ പ്രത്യേകിച്ച് ഈ ചൂട് കാലത്തൊക്കെ അങ്ങനെ വീടിനോട് ചേർന്നിട്ടൊന്നും കൂട്ടിയിടാതെ, ചൂട് കാലത്ത് നല്ല എല്ലാ കാലത്തും കൂട്ടിയിടാതിരിക്കുക, ചൂട് കാലത്ത് പ്രത്യേകിച്ചും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ കൂട്ടിയിടാതിരിക്കുക. കാരണം അങ്ങനെ കൂട്ടിയിടുമ്പോൾ അതിൻ്റെ അടിയിൽ ഈർപ്പം കിട്ടും, പാമ്പുകൾ അവിടെ വന്ന് കിടക്കാനൊക്കെ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കണം. കാരണം നമ്മളിപ്പോൾ വീടിൻ്റെ പരിസരത്ത് പാമ്പില്ല എന്ന് പറഞ്ഞാലും അവിടെ പാമ്പ് എത്തിപ്പെടും. കാരണം അവിടെ ഇല്ലാന്നുണ്ടെങ്കിലും വണ്ടിയിലായിട്ടും പാമ്പുകൾ വരും. വണ്ടിയിലായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ, അപ്പോൾ അധിക വീടുകളിലും കാണാം മണ്ണ് കൊണ്ടുപോയി തട്ടുമ്പോൾ. കാരണം കോറിയിൽ നിന്ന് ആ ചേർക്ക് മണ്ണ് JCB വെച്ച് വാരിയിട്ട് ടിപ്പറിലിടും. ടിപ്പർ കൊണ്ടുപോയി മണ്ണ് തട്ടുമ്പോൾ അതിലൂടെ ഇപ്പോൾ അണലി ഒരിക്കലും വരില്ല എന്ന് വിചാരിച്ച സ്ഥലത്തൊക്കെ അണലി വീട്ടിൽ കയറിയിട്ടുണ്ട്. കാരണം അതിങ്ങനെ വരുന്നതാണ്, മണ്ണ് കൊണ്ടുപോയിട്ടിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനം ഒന്നും വേണ്ട. നമ്മളിപ്പോൾ ഒരു പച്ചക്കറി പീടികയിൽ നിന്ന് പച്ചക്കറി വാങ്ങി വരുമ്പോൾ ആ പച്ചക്കറി കവറിൽ വരെ പാമ്പ് കുടുങ്ങി വന്നിട്ടുണ്ട്, ക്യാബേജിൻ്റെ ഉള്ളിലൊക്കെ കുടുങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ വരില്ല എന്നല്ല, നമ്മൾ വരുന്ന നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അഥവാ ഇങ്ങനെയൊക്കെ നമ്മളെ വീട്ടിൽ വന്ന് നമ്മളതിനെ കണ്ട്, അപ്പോൾ ഇത് വനമുള്ളതാണോ വനമില്ലാത്തതാണോ നമുക്ക് അധികം ആൾക്കാർക്കും അത് അറിയില്ല. അപ്പോൾ മൂർഖനെ കണ്ടിട്ട് ചേരാന്ന് പറഞ്ഞവരുണ്ട്, ചേരനെ കണ്ടിട്ട് രാജവമ്പാലാണെന്ന് പറയുന്നവരുണ്ട്. അതേപോലെ തന്നെ ചുവർപ്പാമ്പിനെ കണ്ടിട്ട് വെള്ളിക്കെട്ടെന്നും വെള്ളിക്കെട്ടനെ കണ്ടിട്ട് ചുവർപ്പാമ്പാണെന്നും പറയുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ തെറ്റായ ധാരണ ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിരുന്നു. കാരണം ഞാനൊരു യാത്രയിൽ ഒരു സ്ഥലത്ത് പാമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ നോക്കിയതാണ്. അപ്പോൾ ചെക്കന്മാരൊക്കെ ഇത് ചുവർപ്പാമ്പാന്ന് പറഞ്ഞിട്ട് അതിനെ കൈകൊണ്ട് പിടിക്കാൻ പോവുക. ഈ വിഷമില്ലാത്തതാണ് അല്ല വനമില്ലാത്തതാണ്, അത് കൈകൊണ്ട് പിടിക്കാൻ വേണ്ടി പോകും. പക്ഷെ അത് വെള്ളിക്കെട്ടനായിരുന്നു. അപ്പം അങ്ങനെ തെറ്റിദ്ധാരണ കൊണ്ടിട്ട് പാമ്പിനെ പിടിക്കാറുണ്ട് പലരും വീട്ടിൽ നിന്ന്. അതേപോലെ തല്ലി കൊല്ലാറൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒന്ന് നമ്മൾ കാണാമെന്നുണ്ടെങ്കിൽ നമ്മൾ പറ്റുമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബക്കറ്റും അങ്ങനെ വെച്ചിട്ട് കവർ ചെയ്യാൻ നോക്കുക. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ റൂമിലൊക്കെ ആണ് കണ്ടെന്നുണ്ടെങ്കിൽ റൂമെല്ലാം ലോക്ക് ചെയ്ത് പുറത്ത് വരിക. പുറത്ത് വന്നിട്ട് ആ റൂമിൻ്റെ പുറത്തേക്ക് ഇത് വരുന്നുണ്ടോ എന്നുള്ളത് മാത്രം നിരീക്ഷിക്കുക. അല്ല റൂമിൻ്റെ ഉള്ളോട്ട് നമ്മൾ കയറേണ്ട. എന്നിട്ട് ഉടനെ തന്നെ നമ്മളെ റെസ്ക്യൂ ടീമിനെ നമ്മൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ റെസ്ക്യൂ ടീം എന്ന് പറഞ്ഞാൽ ഓരോ ഡിസ്ട്രിക്റ്റിലും ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മളെ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ തന്നെ ഒരു 60ഓളം ആൾക്കാരുണ്ട്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അവരെ നമ്പർ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളെ ഡിസ്ട്രിക്ട് വെച്ചിട്ട് നമ്മൾ സെർച്ച് ചെയ്താൽ റെസ്ക്യൂ ടീമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരെ നമ്പർ കിട്ടും. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്താൽ അവർ ഏത് രാത്രിയാണെങ്കിലും അവർ വന്നിട്ട് പിടിച്ച് അതിന് മാറ്റം. അല്ലാതെ നമ്മളറിയാതെ അതിനെ ഇത് വനമില്ലതല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു കാരണവശാലും കൈകൊണ്ട് അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോകരുത്. നമ്മളിത് മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ റൂമിൽ എവിടെ കാണുക വെച്ചാൽ അവിടെ നമ്മൾ ഒന്ന് ലോക്ക് ചെയ്തിട്ട് പുറത്തേക്ക് നിൽക്കുക. അത് പുറത്തേക്ക് വരുന്നുണ്ടോ എന്നുള്ളത് മാത്രം നമ്മൾ നിരീക്ഷിച്ചാൽ മാത്രം മതി. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ഇനി അബദ്ധവശാൽ നമുക്ക് പാമ്പിൻ്റെ ബൈറ്റ് കിട്ടി, ഇനിയിപ്പോൾ കുട്ടികൾക്കോ നമുക്കോ ബൈറ്റ് കിട്ടി എന്നുണ്ടെങ്കിൽ നമ്മൾ പലരുടെയും അഭിപ്രായങ്ങൾ പലതും വരും. അത് ചേരാണ്, കുഴപ്പമില്ല, നമ്മളിവിടെ പോയാൽ മതി, ഏതൊരു ഡോക്ടറെ അടുത്ത് പോയാൽ മതി, തൊട്ടടുത്തുള്ള ഡോക്ടറെ അടുത്ത് പോയാൽ മതി എന്നൊക്കെ. നമ്മൾ ഏത് പാമ്പ് കടിച്ചതാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാമ്പിനെ പിടിച്ച് കൊണ്ടുപോകാനൊന്നും നിൽക്കണ്ട. അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയോ ഓക്കെ. നമ്മൾ നേരിട്ട് ചെല്ലേണ്ടത് എവിടെ വെച്ചാൽ ആൻറ്റിവെനം ഉള്ള ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ ചെല്ലേണ്ടത്. അപ്പോൾ എല്ലാ മെഡിക്കൽ കോളേജിലും ആൻറ്റിവെനം ഉണ്ട്. അതേപോലെ അത്യാവശ്യം പ്രൈവറ്റ് അത്യാവശ്യം വലിയ ഹോസ്പിറ്റലുകളിലൊക്കെ ആൻറ്റിവെനം ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കി നോക്കുക ആൻറ്റിവെനം ഉള്ള നമ്മളെ ഡിസ്ട്രിക്റ്റിൽ ഇപ്പോൾ ഏത് ജില്ല എന്നുള്ള ജില്ലയിൽ ആൻറ്റിവെനം ഉള്ള ഹോസ്പിറ്റൽ ഏതാണെന്നുള്ള നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരിട്ട് പോകേണ്ടത് അവിടേക്കാണ്. കാരണം പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്. ഇപ്പോൾ പാമ്പ് കടി ഏറ്റെന്നുള്ള ആദ്യം വീട്ടിൽ കടിയേറ്റ ഇത് ചേരാണ്, നമ്മൾ പോകണോ അല്ലെ ഇവിടെ നോക്കുക, ഓനെ കുറച്ചു നേരം കൂടി നോക്കുക, ഓനക്ക് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ നോക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് തൊട്ടടുത്തുള്ള ക്ലിനിക്കിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഈ സമയം അവിടെ വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. കാരണം ക്ലിനിക്കിൽ പോയി അവർക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു അത്യാവശ്യം വലിയ ഹോസ്പിറ്റലിൽ പോയാലും അവിടെ ആൻറ്റിവെനം ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അവർ നേരെ ഒന്നുകിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനേ പറയുള്ളൂ. കാരണം ആൻറ്റിവെനം ഉള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടായാലും മാത്രമേ നമുക്കിത് കഴിച്ചിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക. നമ്മൾ ആൻറ്റിവെനം ഉള്ള ഹോസ്പിറ്റൽ ഇനിയിപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ആൾക്ക് വീട്ടിൽ പാമ്പ് കടി ഏറ്റല്ല, നമ്മൾ അറിയുന്ന ഒരാൾക്ക് പാമ്പ് കടി ഏറ്റെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഇപ്പോൾ എല്ലാം നമുക്ക് സംവിധാനമുണ്ട്, ഗൂഗിളിൽ സെർച്ച് ചെയ്തൊക്കെ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ ആൻറ്റിവെനം ഉള്ള ഹോസ്പിറ്റൽ ഏതൊക്കെയാണ്. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ നമുക്ക് ഒന്ന് വിളിച്ച് കഴിഞ്ഞാൽ 2-3 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. വിളിച്ച് അവിടെ ആൻറ്റിവെനം ഉണ്ടോ എന്നുള്ള ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ആണെന്നുണ്ട് അവരുടെ നമ്പർ കൂടി ഉണ്ടാവും. അപ്പോൾ അതിൽ വിളിച്ച് നോക്കി കഴിഞ്ഞാൽ ആൻറ്റിവെനം ഉണ്ട് നേരിട്ട് അവിടേക്ക് എത്തിക്കാൻ നോക്കുക. വീടിൻ്റെ തൊട്ടടുത്ത് ഏതാണോ ആൻറ്റിവെനം കിട്ടുന്ന ഹോസ്പിറ്റലിൽ എന്നുണ്ടെങ്കിൽ അവിടേക്ക് എത്തിക്കാൻ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ സെൽഫായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ വിഷവൈദ്യന്മാരൊക്കെ പണ്ടത്തെ ആൾക്കാർക്കൊക്കെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള കഴിവുകൾ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അന്ന് ഹോസ്പിറ്റലിൽ ആൻറ്റിവെനം ഒന്നും ഉണ്ടായിട്ടല്ല, അന്നും പാമ്പ് ഉണ്ടായിരുന്നു, അന്നും പാമ്പ് കടി ഏറ്റിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് തട്ടിപ്പ് ഉടായ്പൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതാണ് കറക്റ്റ് അല്ലാത്തത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, നേരെ തന്നെ ആൻറ്റിവെനം ഉള്ള ഹോസ്പിറ്റലിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്നും മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. നമ്മളെ വീട്ടിലും പരിസരത്തൊക്കെ പാമ്പില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സമാധാനപ്പെടരുത്. പാമ്പുകൾ എത്തിപ്പെടാം. കാരണം നമ്മൾ വിചാരിക്കാത്ത സമയത്ത് വിചാരിക്കാത്ത സ്ഥലത്ത് കൂടിയൊക്കെ ആയിരിക്കും പാമ്പുകൾ വരിക. അപ്പോൾ എല്ലാവരും ഒന്നും മനസ്സിലാക്കുക. പിന്നെ നമ്മൾ കിടക്കാൻ നേരത്തൊക്കെ കുട്ടികളൊക്കെ കിടത്താൻ നേരത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട് പുതപ്പ് കിടക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് തട്ടി വിരിച്ചിട്ട് കിടത്തുക. ഇപ്പോൾ പല വീടുകളിലും താഴത്തൊക്കെ കുട്ടികളെ കിടത്താറുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ കട്ടിലിൻ്റെ ചൂട് കാര്യങ്ങളൊക്കെ ഒന്ന് നിരീക്ഷിച്ച് ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം കുട്ടികളെ കിടത്തി ഓർക്കാൻ വേണ്ടിയിട്ടും പ്രത്യേകം
ശ്രദ്ധിക്കട്ടോ. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്